കുടുംബനാഥൻ ക്യാൻസർ ബാധിതനാണെന്നറിഞ്ഞിട്ടും നിർധന കുടുംബത്തെ വായ്പ തിരിച്ചടവ് മുടക്കിയതിന്റെ പേരിൽ സിപിഐഎം ഭരിക്കുന്ന ജില്ലാ സഹകരണ ബാങ്ക് കുടിയിറക്കാൻ ശ്രമിക്കുന്നതായി ആരോപണം. ചികിത്സയിലിരിക്കെ ഇന്നലെ മരിച്ച ഒറ്റപ്പാലം സ്വദേശി ഉസ്മാന്റെ കുടുംബത്തോടാണ് ഈ മാസത്തിനകം വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് കാണിച്ച് പാലക്കാട് ജില്ലാ സഹകരണ ബാങ്ക് ജപ്തി നോട്ടീസ് നൽകിയത്. ബാങ്കുകാർ വന്നുപോയതോടെ കുഴഞ്ഞുവീണ ഉസ്മാന്റെ പിതാവ് മുഹമ്മദ് ഒന്ന് എഴുന്നേൽക്കാൻ പോലുമാകാതെ കിടപ്പിലാണ്. ഒറ്റപ്പാലം മുരുക്കുംപറ്റയിൽ ചായക്കച്ചവടം നടത്തിയിരുന്ന ഉസ്മാൻ പിതാവിന്റെ പേരിലുള്ള വസ്തുവും വീടും പണയപ്പെടുത്തിയാണ് പാലക്കാട് ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് 3 ലക്ഷം രൂപ വായ്പയെടുത്തത്. മകളുടെ വിവാഹാവശ്യത്തിനായി എടുത്ത സംഖ്യ ക്യാൻസർ രോഗബാധിതനായതോടെ ഉസ്മാന് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരികയായിരുന്നു. ഇക്കഴിഞ്ഞ 12-ന് മുരുക്കുംപറ്റയിലെ വീട്ടിലെത്തിയ ജില്ലാ സഹകരണ ബാങ്ക് ജീവനക്കാർ 25-നകം വായ്പ തിരിച്ചടക്കാത്ത പക്ഷം വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് കാണിച്ചുള്ള നോട്ടീസ് പിതാവ് മുഹമ്മദിന് നൽകുകയായിരുന്നു. ഇതോടെ കുഴഞ്ഞു വീണ മുഹമ്മദ് ഒന്ന് എഴുന്നേൽക്കാനോ സംസാരിക്കാനോ പോലുമാകാതെ കിടപ്പിലാണിപ്പോൾ. ഈ സമയമെല്ലാം വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ മരണത്തോട് മല്ലടിക്കുകയായിരുന്നു ഉസ്മാൻ. ബാങ്കുകാർ വന്നിട്ട് എന്തൊക്കെ പേപ്പർ പിടിച്ചു 25-ാം തീയതി വീട്ടിൽ ഇറങ്ങേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒരു ലോൺ എടുത്തിട്ടുണ്ട്. അന്വേഷിച്ചപ്പോൾ ഉസ്മാനോടൊപ്പം അന്വേഷിക്കേണ്ട ആൾ ഉസ്മാനാണ്. അയാൾ 23 വർഷത്തേക്ക് ഹോസ്പിറ്റൽ ICUയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഞങ്ങൾ അവിടെ വരുന്നത്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച ഉസ്മാൻ മരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ഭാര്യയും 2 മക്കളും അടങ്ങുന്ന നിർധന കുടുംബം എങ്ങോട്ട് പോകണമെന്ന അവസ്ഥയിൽ പകച്ചു നിൽക്കുകയാണ്. അതേസമയം ബാങ്കിന്റെ ഔദ്യോഗിക നടപടിക്രമങ്ങളുടെ ഭാഗം മാത്രമാണിതെന്നാണ് CPIM നേതൃത്വം നൽകുന്ന പാലക്കാട് ജില്ലാ സഹകരണ ബാങ്ക് അധികൃതരുടെ നിലപാട്. ദീപക് പനയൂരിനോടൊപ്പം ശ്രീകുമാരൻ, റിപ്പോർട്ടർ, പാലക്കാട്.